CPM അതിശക്തനായ ഒരാളെ തന്നെയാണ് അവിടെ താങ്കൾക്കെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എം സ്വരാജ്. ഒരുപക്ഷെ നല്ല വാഗ്മി, നല്ല പ്രസംഗകൻ, മാത്രമല്ല ജനങ്ങളോടൊക്കെ വളരെ അടുപ്പം കാണിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മാത്രമല്ല പൊതു പ്രവർത്തനത്തിൽ മൂല്യം സൂക്ഷിക്കുന്ന ആൾ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ എം സ്വരാജിന് നൽകാം. പാർട്ടി എം സ്വരാജിന് അവിടെ നിലമ്പൂർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലെങ്കിലും ഒരു ആശങ്കയുടെ മിന്നൽ പിണർ പാഞ്ഞു പോയോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറയാം, ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം നേരത്തെ തുടങ്ങി. മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് UDF ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ബൂത്ത് തല കമ്മിറ്റികൾ വരെ ഞങ്ങൾക്ക് പുതുതായി ഫോം ചെയ്യേണ്ടി വന്നില്ല. ആ പ്രവർത്തനം ഞങ്ങൾക്ക് പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ നന്നായിട്ട് നടത്താൻ പറ്റി. ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ ഞങ്ങൾക്ക് ആദ്യം മുതലേ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇനി ആര് വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്കത് നേരിടാനും ഒരു നല്ല വിജയമുണ്ടാക്കാനും കഴിയുമെന്ന ഒരു കൃത്യനിഷ്ഠമായ ഒരു പ്രവർത്തനം ഞങ്ങൾക്കവിടെ നേരത്തെ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. പിന്നെ ഒരു കാലത്തും പിന്തുണ ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുക ചെയ്തത്. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും ഒരു വലിയ വിജയമുണ്ടാക്കാൻ UDFന് സാധിച്ചു. UDFിൻ്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ്.